മധു, പുനരധിവാസം തന്നെയാണ് പ്രധാനം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതലായി വരാം. ഇപ്പോൾ എന്നോടൊപ്പം കുടുംബം, സന്ധ്യ ചേച്ചിയും 3 മക്കളും ചേരുന്നുണ്ട്. ലയ, ലക്ഷ്മി, വിഘ്നേഷ്, ചെറുമോൻ. അവർ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ആദ്യമായി ഈ ചൂരൽമലയിലേക്ക് വന്നതാണ്. ഇവിടെ കുറച്ച് മരത്തടികളൊക്കെ കൂടി നിൽക്കുന്നതായി കാണാം. ആ ഭാഗത്തായിരുന്നു അവരുടെ വീട്. ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ചേച്ചി എന്താണ് ചോദിക്കേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. കുറച്ച് സമയം മുമ്പാണല്ലോ ഇങ്ങോട്ട് വന്നത്. എന്താ പറയണ്ടതെന്ന് എനിക്കും അറിയത്തില്ല. ഞങ്ങൾ താമസിച്ച സ്ഥലമാണ് അവിടെ, പക്ഷെ അവിടെ ഇപ്പം ഒന്നുമില്ല. എന്താ പറയണ്ടത്? ഇന്ന് എൻ്റെ ഏട്ടൻ്റെ ചടങ്ങായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞങ്ങൾ താമസിച്ചതും എൻ്റെ ഏട്ടൻ നടന്ന വഴികളും വണ്ടി ഓടിച്ച സ്ഥലവും ഒക്കെ ജനിച്ചു വളർന്ന സ്ഥലം. അപ്പം എനിക്ക് തോന്നി ഹസ്ബൻഡ് മരണപ്പെട്ടു അല്ലേ? ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്ന് അതിന്റെ ചടങ്ങായിരുന്നു 16 ഇവര് 3 പേരും അത് ചെയ്തിട്ട് എനിക്ക് തോന്നി എനിക്കിവിടെ വന്നൊന്ന് കാണണം. ഇപ്പം എല്ലാവരും പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, കാണാനൊന്നും ഇല്ല എന്നെല്ലാവരും പറഞ്ഞെങ്കിലും ഞങ്ങൾ താമസിച്ച സ്ഥലമല്ലേ, ഞങ്ങളുടെ വീടും ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ ദുഃഖവും ഞങ്ങൾ ജീവിച്ച സ്ഥലമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും. പിന്നെ എനിക്കിത് പോയതിലൊരു സങ്കടവും ഇല്ല. കാരണം ഇതിലും വലുത് എൻ്റെ ജീവിതമേ പോയി. എൻ്റെ കണ്ണു മുന്നിൽ നിന്ന് എഴുന്നേറ്റാണ് എൻ്റെ ഏട്ടൻ വെള്ളത്തിലേക്ക് പോയി. പിന്നെ ഞാൻ കാണുന്ന ഒരു വെള്ളത്തുണി പൊതിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇതെനിക്കൊരു വിഷയമല്ല. ഈ സാധനങ്ങൾ പോയതിൽ എനിക്ക് യാതൊരു സങ്കടം. പിന്നെ നമ്മൾ ജീവിച്ച സ്ഥലം ഇങ്ങനെ കാണുന്നതിലുള്ളൊരു സങ്കടമേ ഉള്ളൂ. ഇതിലും വലുതല്ല എനിക്ക് നഷ്ടപ്പെട്ട. അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല. നമ്മൾ 9ാം ക്ലാസ്സുകാരിയാണ്. നേരത്തെ ഒരു ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് ഒരു ചെറിയൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. അതായത് ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കുരുവി, അങ്ങനെ ഒരു കഥയാണ് എഴുതിയിരുന്നത് അല്ലേ? ഉരുൾപൊട്ടലിനെ, പുത്തുമല ദുരന്തം കണ്ടതുകൊണ്ടാണ് ഒരു കഥ എഴുതിയത് അല്ലേ? ഉരുൾപൊട്ടലിനെ ബേസ് ചെയ്തിട്ടാണ് കഥ എഴുതിയത്. പക്ഷെ അതിവിടെ ഇങ്ങനെ ഇങ്ങനെ 9ാം ക്ലാസ്സിൽ കഥ എപ്പോഴും എഴുതിയത് ഉരുൾപൊട്ടലിനെ കുറിച്ച്? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു കഥ എഴുതിയത്. സ്കൂൾ മാഗസീനിലേക്ക് കൊടുക്കാൻ എഴുതിയതാണ്. സ്ഥലങ്ങളൊക്കെ ഇത് തന്നെ ആയിരുന്നു? അല്ല, ഞാൻ വേറെ സ്ഥലങ്ങളൊന്നും അതൊന്നും അല്ല. ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടേ അല്ല ഇതിങ്ങനെ വരുമെന്നൊന്നും. ഈ സ്ഥലങ്ങളും ഇങ്ങനല്ല. ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഒരാളാണ്. ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ചാറ്റൽ മഴ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോട ഇറങ്ങി കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ ഈ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണാൻ വരുന്നവർ എനിക്ക് തോന്നുന്നു കണ്ണു വിട്ടിട്ടുണ്ടാവും ഈ സ്ഥലം. എല്ലാവരും എന്ത് ഭംഗിയെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ. അങ്ങനെ എല്ലാവരുടെയും കണ്ണുവിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ കുറേ ജീവനും കൂടെ എടുത്തിട്ട് ഈ സ്ഥലം ഇങ്ങനായി മാറിയത്. അതിലൊരു ജീവൻ എൻ്റെ ഏട്ടൻ്റെയും പോയത്. ഇപ്പോൾ സ്ഥലത്തിൻ്റെ മനോഹാരിതയും പോയി, ജീവിതത്തിൻ്റെ മനോഹരവും പോയി. ജീവിതം എല്ലാം അവസാനിച്ചു. ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഏട്ടൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന്. നീന്താനൊക്കെ അറിയുന്ന ആളാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. അല്ല ഞങ്ങളും ആ വെള്ളത്തിലേക്ക് ചാടിയതിന് ഒരിക്കലും ഈ ഒരു വേദന സഹിച്ച് ജീവിക്കത്തില്ല. ഇപ്പം അങ്ങനെ ചിന്തിക്കുക, അന്നേരം അത് ചെയ്താൽ മതിയായിരുന്നു. അന്നേരം മക്കളെയും വാരിയെടുത്ത് ആരെങ്കിലും രക്ഷിക്കാൻ വരാൻ വേണ്ടി അലറി, ആരൊക്കെയോ വന്ന് രക്ഷിച്ചു. പക്ഷേ ഏട്ടൻ അന്നേരം താഴത്തെ നിലയിൽ മരിക്കുക എന്നുള്ള കാര്യം അറിഞ്ഞില്ല. രക്ഷപ്പെട്ട് ഓടിയപ്പോഴും അറിഞ്ഞില്ല. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം എനിക്ക് ഞാൻ എന്തിനും രക്ഷപ്പെട്ട് ഓടിയെന്ന് ഞാനിപ്പോൾ ചിന്തിക്കും. അല്ല, അങ്ങനെയില്ല, നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആയിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. പുനരധിവാസം, അതിനുവേണ്ട കാര്യങ്ങൾ എല്ലാവരും തന്നെ ചേർത്ത് പിടിക്കുകയാണ്. ആരൊക്കെ ചേർത്ത് പിടിച്ചാൽ എന്നേക്കും ചേർത്ത് പിടിക്കണം. എൻ്റെ ഏറ്റവും വലിയ കൈകളായിരുന്നു എൻ്റെ കൺമുന്നിൽ നടന്നു. അതെന്തായാലും ജീവിതത്തിലാണ് നമ്മുടെ ഈ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള കാഴ്ചകൾ. സന്ധ്യ ചേച്ചിയുടെ ഭർത്താവ് ലെനിൻ മരണപ്പെട്ടതാണ്. ഇവിടെ ഏതായാലും ക്യാമ്പിലാണ് കഴിയുന്നത്. അവിടെ നിന്ന് ഈ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യമായി ദുരന്തഭൂമിയിലേക്ക് വന്നതാണ്.
ദുഃഖകരമായ നിമിഷങ്ങൾ, അല്ലാതെ വേറെ എന്ത് പറയാനാണ്.